ഇതുപോലെ എഡിറ്റ് ആപ്പിൽ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റും ഇമേജസും വീഡിയോസും കൊണ്ടുവരാൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണമെന്ന്. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ എഡിറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പാർട്ടിലാണോ നിങ്ങൾക്ക് കട്ടൗട്ട് ആനിമേഷൻ വേണ്ടത് അത് മാത്രം കട്ട് ചെയ്ത് മാറ്റുക. താഴെയുള്ള ഈ ഓപ്ഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോയും കസ്റ്റം എന്നുണ്ട് 2 ബട്ടൺ കാണാം. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു സെലക്ട് മാനുവലി കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വേണ്ട പാർട്ട് പ്ലസ് ബട്ടൺ വെച്ചിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ട്രാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രം ട്രാക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡണ്ണ് കൊടുത്ത് ടൈംലൈനിൽ വരുമ്പോൾ 2 സെപ്പറേറ്റ് ലെയേഴ്സ് കാണാം. അതിൽ മേളിൽ കാണുന്നതാണ് നമ്മൾ ട്രാക്ക് ചെയ്ത ലെയർ. ഇനി ടെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ടെക്സ്റ്റ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ടെക്സ്റ്റിന്റെ ലെയർ മുകളിലാണെങ്കിൽ ടെക്സ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ വീഡിയോ ക്ലിപ്പിന്റെ താഴേക്ക് വലിച്ചിടുക. ഞാനിവിടെ ടെക്സ്റ്റിന്റെ സൈസും കാര്യങ്ങളും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടെക്സ്റ്റിന്റെ ലെയറിൽ പോകുമ്പോൾ നമുക്ക് എഫക്ട്സിന്റെ ഒരു പാനൽ കാണാം. അവിടെ ചെന്നിട്ട് ഈ ഒരു എഫക്ട്സും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇമേജിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലെയറിന്റെ താഴെ കൊണ്ടുവരിക. എഫക്ട്സ് പാനലിൽ മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യത്തെ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ഭാഗം മാത്രം ആ ആരോ വെച്ച് സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ താഴെ കാണുന്ന ഒരു ഐക്കൺ ഉണ്ട്, അതൊന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ സ്മൂത്ത് ആയിട്ട് സംഭവം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീഡിയോ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ സെയിം പ്രോസസ് തന്നെയാണ്, ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.